തിരുവനന്തപുരം മുതലപ്പൊഴി അഴിമുഖത്തെ മണൽ നീക്കം നിലച്ചു. ഡ്രഡ്ജിംഗ് നിർത്തിവെച്ച അദാനി ഗ്രൂപ്പ് മണൽ നീക്കം നിലച്ചതോടെ അഴിമുഖ പ്രവേശന കവാടത്തിൽ നിന്നും അപകടകരമായ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നത്. പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശം കൂടിയാണ് അദാനി ഗ്രൂപ്പ് അവഗണിക്കുന്നത്. അദാനി ഗ്രൂപ്പ് മുതലപ്പൊഴിയിലെത്തിച്ച എക്സ്കവേറ്റർ ഉപയോഗിച്ചായിരുന്നു മണൽ നീക്കം നടത്തിയിരുന്നത്. എന്നാൽ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണൽ നീക്കം കാര്യമായ നേട്ടം കൈവരിച്ചില്ലെന്ന് വിലയിരുത്തിയാണ് മണൽ നീക്കം അദാനി ഗ്രൂപ്പ് പൂർണ്ണമായും നിർത്തിവെച്ചത്. ഹാർബർ വകുപ്പും അദാനി ഗ്രൂപ്പുമായി തമ്മിലുണ്ടാക്കിയ കരാർ കാലാവധി ഏപ്രിലിൽ അവസാനിക്കും. ഹാർബറിന്റെ തെക്കേ പുലിമുട്ടിന് സമാനമായി വൻതോതിൽ മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് പാറ നീക്കത്തിനായി നിർമ്മിച്ച വാർഫിന് സമീപത്ത് വൻതോതിൽ മണൽ മൂടുകയാണ്. എക്സ്കവേറ്റർ ഘടിപ്പിച്ച ബാർജിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ആഴവും കുറഞ്ഞിട്ടുണ്ട്. 6 മീറ്റർ താഴ്ച വേണ്ട അഴിമുഖ പ്രവേശന കവാടത്തിന് നിലവിൽ 2 മീറ്റർ പോലും ആഴമില്ലാതായി. അതോടെ മത്സ്യബന്ധന യാനങ്ങൾ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നു. ഡ്രഡ്ജിംഗ് നടത്തുന്നുവെന്ന് മിനിസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഇവിടെ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരു ചെറിയ ബക്കറ്റ് വെച്ച് കോരി പേരിനും വേണ്ടി നടത്തുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികളെ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു നാടകം ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കരാർ കാലാവധി അവസാനിക്കാനിരിക്കെ ശേഷിച്ച പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ജനുവരി 3 നടന്ന യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ അദാനി ഗ്രൂപ്പിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നിർദ്ദേശം പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനമാണ് അദാനി ഗ്രൂപ്പ് സ്വീകരിക്കുന്നത്. ഡ്രഡ്ജർ എത്തിച്ച് അഴിമുഖത്തെ മണൽ നീക്കം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.